ഈ നീറ്റിൻ്റെ ഇഷ്യൂവിലൊരു സംഘി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറയുന്നത് കേട്ടു. അതൊരു പ്രശ്നമല്ലല്ലോ, നീറ്റ് ചോർച്ചയൊന്നും ഒരു ചോർച്ചയല്ലല്ലോ, അത് ചോദ്യം മാത്രമല്ലേ ലീക്കായിട്ടുള്ളൂ, ക്വസ്റ്റ്യൻസ് ലീക്കായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരവസ്ഥയല്ലേ. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഓം ബിർളയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് പാർലമെൻറ്റിൽ മാന്യ രാഹുൽ ഗാന്ധിജി ആ ബത്തായിയെ എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ, കാരണം പുള്ളിക്ക് മറവി രോഗമുണ്ട് കുറച്ച്. കാരണം അതെങ്ങനെയാണ് മനസ്സിലായത്, പുള്ളിക്ക് ഈ കഴിഞ്ഞ 5 വർഷം പുള്ളി സ്പീക്കറായിരുന്നല്ലോ, പുള്ളിക്ക് അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. കാരണം ഇത് സഖ്യ സർക്കാരാണ്, NDA ഭരണമാണ്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. അതിൻ്റെ പിമ്പലത്തിലാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. മുമ്പുള്ളത് പോലെയുള്ള ഒരു കളികളും ഇനി നടക്കില്ല. ഇവിടെ ഒരു പ്രധാനമന്ത്രിക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രതിപക്ഷ നേതാവും കൂടിയുണ്ട്. 240 സീറ്റ് കിട്ടിയ ഒരു പ്രതിപക്ഷമുണ്ട്, അല്ലാതെ 40-50 സീറ്റുള്ള പ്രതിപക്ഷമല്ല. 10% മിനിമം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 10 വർഷം നമുക്ക് ഉണ്ടായിട്ടില്ല. 10 വർഷത്തിന് ശേഷമുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവിന് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിക്കുള്ള എല്ലാ അഡ്വാൻറ്റേജസും നമ്മളെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ഏറ്റവും വിലപ്പെട്ട ഒരു സീറ്റാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. നമ്മൾ കണ്ടതാണ്, സ്പീക്കർ ഉത്തരവാദിത്തം ഏറ്റ ആ ദിവസം പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും കൂടിയാണ് പുള്ളിയെ ആനയിച്ച സീറ്റിലേക്ക് ഇരുത്തിയത്. അപ്പോൾ ഇനി പുള്ളി മൈക്ക് ഓഫ് ചെയ്യാൻ നല്ലൊരു വിറക്കും കൈ. കാരണം ഇന്ന് തന്നെ പുള്ളി അഡ്മിറ്റ് ചെയ്തു പാർലമെൻറ്റിൽ, അത് എൻ്റെ കയ്യിലല്ല സ്വിച്ച് ഉള്ളത്, ഞാനല്ല ഇൻഫർമേഷൻ കൊടുത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി അത് നടക്കില്ല. അപ്പോൾ ഇനി അത് മറന്നു പോകരുത്. കാരണം റിമൈൻഡർ വെച്ച് എപ്പോഴും ഫോണിൽ റിമൈൻഡർ വെക്കുന്നത് നല്ലതാണ് ഓം ബിർള. കാരണം എന്താ, നമ്മൾ പഴയ ഒറ്റ കക്ഷി സർക്കാരല്ല, നമുക്കൊരു പ്രതിപക്ഷമുണ്ട്, നമുക്ക് ഒരു ബില്ലും ഇന്ന് നമ്മൾ കുറേ കഴിഞ്ഞ 140 MP-മാരെ സസ്പെൻഡ് ചെയ്ത കാര്യം നമുക്ക് അറിയാം. ആ ഓം ബിർളയാണിത്, ആ മഹാനാണിത്. ആ മഹാൻ സസ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വന്ന കുറേ ക്രിമിനൽ ലോസ് വന്നു. അത് പുറത്താക്കിയിട്ടാണ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ അത് ഈ മഹാൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പ്രതിപക്ഷത്തിൻ്റെ വായി മൂടിക്കെട്ടാൻ പറ്റില്ല. എന്ത് തന്നെയായാലും പ്രതിപക്ഷത്തോടു കൂടി ചർച്ച ചെയ്തിട്ടേ ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. ഇനി മൈക്ക് ഓഫ് ചെയ്യാൻ പുള്ളി നല്ലപോലെ ഒന്ന് വേർക്കും. ഈ എല്ലാവരും കൂടി പ്രതികരിച്ചത് നല്ല വാല്യുബിളായ പുള്ളിക്ക് കൊണ്ടു. അതുകൊണ്ട് ഇന്ന് പുള്ളി പാർലമെൻറ്റിൽ ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി പുള്ളി ഒന്ന് കൈ വറക്കും.